പക്കമേളത്തിലെ പ്രമുഖർ വയലിൻ വിദ്വാൻ ശ്രീ മാഞ്ഞൂർ രഞ്ജിത്ത്. വലിയൊരു സംഗീത കുടുംബത്തിൽ ജനിച്ച ഒരു മഹത് വ്യക്തിയാണ് എന്നൊക്കെ. അതുപോലെ തന്നെ മൃദംഗം ഏറെ പ്രശസ്തനാണ് കൊച്ചിൻ ബാലകൃഷ്ണ കമ്മത്ത്. നമ്മൾ കേട്ടിട്ടുള്ള ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രഗത്ഭങ്ങളായ പ്രശസ്തങ്ങളായ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ മൃദംഗം വായിച്ചിട്ടുള്ള മകൻ. ഞങ്ങൾക്ക് അതിലേറെ ബഹുമാനമുള്ളത് എൻ്റെ മകൻ ആകാശ് ആഞ്ജനേയൻ്റെ ഗുരുനാഥന് കൂടിയാണ്. തിരുവനന്തപുരം ബാലുകൃഷ്ണൻ. നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ TV തുറന്നാൽ എപ്പോഴും അദ്ദേഹത്തെ കാണാൻ സാധിക്കും. റിഥം പാഡ് ഞാനിത് പറഞ്ഞു, എൻ്റെ മകനാണ് ആകാശ് ആഞ്ജനേയൻ. അതിൽ കുറച്ചൊക്കെ ഇടിക്കൂടുതൽ വേണ്ട എൻ്റെ മോനല്ലേ. അമ്മമാരും മാത്രമേ ഇവിടെ വന്നപ്പോൾ ഒരു രസമുണ്ടായി. ഞാൻ കേട്ടതാണേ, അവിടെ തൊഴുതിങ്ങിട്ട് വന്നപ്പോഴേ കള്ളസ്വാമി വന്നിട്ടുണ്ട്. കള്ളസ്വാമി പാവം, ഞാൻ സ്വാമിയല്ല, ഞാൻ പാട്ടുകാരനാ. ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊള്ളു. ആ ചേട്ടനെ അവിടെ കുട്ടികളോട് പറഞ്ഞു കേട്ടത്, കള്ളസ്വാമി കൊണ്ടുവാ. പാവം ഒരു പാട്ടുകാരൻ, പാമരനാം പാട്ടുകാരൻ. അപ്പൊ റിഥം പാഡ് എൻ്റെ മകൻ ആകാശ് ആഞ്ജനേയൻ. അദ്ദേഹം ചെന്നൈയിലെ ബ്ലൂ അക്കാഡമിയിൽ നിന്ന് ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായി മ്യൂസിക് പ്രൊഡക്ഷൻ, സംഗീത സംവിധാനമൊക്കെ ആയിട്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു സിനിമ അദ്ദേഹം സംഗീതം ചെയ്തു. ചെന്നൈയിൽ അത് റിലീസായി കഴിഞ്ഞ ഒക്ടോബർ 31 മകൾ ഇടയ്ക്ക് വായിക്കുന്നു. നാട്യരത്നം അമൃതവർഷ കണ്ണൻ നർത്തകിയാണ്. ചിലരെങ്കിലും കണ്ടു കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പരിപാടിയിൽ മാത്രം ഇടയ്ക്കയുമായി. വളരെ വിഷമമാണ് പറയും വായിക്കാനൊക്കെ. എനിക്കറിയില്ല അച്ഛ എന്ന് പറഞ്ഞിട്ട്. എന്നാലും അച്ഛൻ്റെ കൂടെ ഇടയ്ക്ക് വായിക്കാൻ എപ്പോഴും ഉണ്ടാവും, എല്ലാ പരിപാടിയിലും ഉണ്ടാവും. പിന്നീട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട താളം, എൻ്റെ ജീവന്റെ താളം, അമൃതവാണി സീമാക്കണ്ണൻ. ഈ ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ മറ്റൊരു മഹാഭാഗ്യം, എൻ്റെ പാറുവിന്റെ പിറന്നാളാണെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ ഉറക്കെ പറയാമോ? ഓരാ വച്ചില്ല. ഹാപ്പി ബർത്ത്ഡേ പാറു എന്ന് പറയോ? ആ താങ്ക് യു. ഒത്തിരി സന്തോഷം. ഈ ഒരു സ്നേഹം ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ഈ നല്ലൊരു പെരുമാറ്റം എന്നും ഓർമ്മയിലുണ്ടാവും. നമുക്ക് ആരംഭിക്കാം.